9ാം ക്ലാസ് കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തതിന്റെ രണ്ടാം ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്രജ്ഞരുടെ പേരുകൾ തന്നിരിക്കുന്നു. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട പേരുകൾ കണ്ടെത്തണം. അപ്പൊ ഇവിടെ കുറച്ച് പേരുകൾ ശാസ്ത്രജ്ഞന്മാരുടെ തന്നിട്ടുണ്ട്. ലാവോസിയ, ഡോബറൈനർ, ന്യൂലാൻഡ്സ്, മെൻഡലീവ്, മോസ്ലി. എന്നിട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവന, ഒരു 3 പ്രസ്താവന തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പേര് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കണം. എ ക്വസ്റ്റ്യൻ, അറിയപ്പെടുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പം 30 മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളുമായിട്ട് ക്ലാസിഫൈ ചെയ്ത ശാസ്ത്രജ്ഞൻ ഇതിൽ ലവോസിയയാണ്. ആൻസർ എ, ലവോസിയ. ബി ക്വസ്റ്റ്യൻ, കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിട്ട് അവയുടെ ഗുണങ്ങൾ പ്രസ്താവിച്ചു. അപ്പൊ ഇനിയും കണ്ടുപിടിക്കപ്പെടാനുള്ള മൂലകങ്ങൾക്ക് വേണ്ടി സ്ഥാനം പീരിയോഡിക് ടേബിളിൽ ഒഴിച്ചിട്ടതിന് ശേഷം അവയുടെ ഗുണങ്ങൾ പ്രവചിച്ച ഒരു ശാസ്ത്രജ്ഞൻ ഇതിലുണ്ട്. അദ്ദേഹമാണ് മെൻഡലീവ്. അപ്പോൾ ആൻസർ ബിയുടെ ആൻസർ മെൻഡലീവ്. സി ക്വസ്റ്റ്യൻ, എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി. അതായത് എല്ലാ മൂലകങ്ങൾക്കും അറ്റോമിക നമ്പർ നൽകിയ ശാസ്ത്രജ്ഞൻ മോസ്ലിയാണ്. മോസ്ലി അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മോസ്ലി. അപ്പോൾ സിയുടെ ആൻസർ മോസ്ലി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഈ 2 എണ്ണം വീതം തന്നിട്ടുണ്ട്. കാൽസ്യം Ca2+, അമോണിയം NH4+, സൾഫേറ്റ് SO4 2-, ഫോസ്ഫേറ്റ് PO4 3-. അപ്പൊ ഇവിടെ 2 പോസിറ്റീവ് അയോണും അതിന്റെ പ്രതീകങ്ങളും 2 നെഗറ്റീവ് അയോണുകളും അതിന്റെ പ്രതീകങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ എ ക്വസ്റ്റ്യൻ, അമോണിയം അയോണും, അതായത് ഈ അമോണിയം അയോണും സൾഫേറ്റ് അയോണും ചേർന്നുണ്ടാകുന്ന ലവണത്തിന്റെ രാസസൂത്രം എഴുതുക. ഇതിന്റെ ഉപയോഗവുമുണ്ട്. അപ്പൊ ഇതിന്റെ രാസസൂത്രം എഴുതാനായിട്ട് നമ്മൾ ഇതിന്റെ പ്രതീകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മുകളിലുള്ള ചാർജ് ഉപയോഗിക്കരുത്. ഈ മുകളിലുള്ള ചാർജ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സംയോജകത കണ്ടെത്താനാണ്. ഇപ്പൊ കാൽസ്യത്തിന്റെ സംയോജകത എത്രയെന്ന് ചോദിച്ചാൽ 2 പറയണം. 2+, ഈ പ്ലസ് പോസിറ്റീവ് ചാർജ് വേണ്ട, ചാർജ് ഇല്ലാതെ ഉള്ള സംഖ്യ പറയുന്നതാണ് അതിന്റെ സംയോജകത. അപ്പൊ കാൽസ്യത്തിന്റെ സംയോജകത 2, അമോണിയത്തിന്റെ സംയോജകത എത്ര ആയിരിക്കും? അപ്പോൾ 1. സൾഫേറ്റിന്റെ സംയോജകത 2, ഫോസ്ഫേറ്റിന്റെ സംയോജകത എത്ര ആയിരിക്കും? 3. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണം സംയോജകത. ഇനി ഇതിന്റെ അമോണിയ അയോണും സൾഫേറ്റ് അയോണും ചേർന്നുണ്ടാകുന്ന രാസസൂത്രം എഴുതുമ്പോൾ അമോണിയം അയോണിന്റെ പ്രതീകം എഴുതുമ്പോഴും ഈ ചാർജ് എഴുതരുത്. അപ്പൊ അമോണിയം അയോൺ ഞാൻ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, NH4. അതിനുശേഷം അമോണിയ അയോണും സൾഫേറ്റ് അയോണും ചേർന്നുണ്ടാകുന്ന ലവണമാണ്. അപ്പൊ സൾഫേറ്റിന്റെ എന്താ പ്രതീകം? SO4 വരെ മതി, 2- എന്ന് എഴുതണ്ട. അപ്പൊ SO4 ഇവിടെ എഴുതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ അമോണിയത്തിന്റെ സംയോജകതയും സൾഫേറ്റിന്റെ സംയോജകതയും പരസ്പരം മാറ്റി പദാങ്കമായിട്ട് എഴുതണം. അപ്പോഴാണ് രാസസൂത്രം കിട്ടുന്നത്. അമോണിയത്തിന്റെ സംയോജകത 1, സൾഫേറ്റിന്റെ സംയോജകത 2. അപ്പൊ സംയോജകത 1 വരുന്നത് അമോണിയത്തിൻ്റെത് സൾഫേറ്റിനാണ് നൽകേണ്ടത്. അപ്പൊ സംയോജകത 1 വരുന്നത് നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. 1 എന്ന് പറയുന്ന സംഖ്യ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാം. ഇനിയും സൾഫേറ്റിന്റെ സംയോജകത 2. സൾഫേറ്റിന്റെ സംയോജകത ആർക്കാണ് കൊടുക്കേണ്ടത്? അമോണിയം അയോണിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ 2 എന്നുള്ള സംഖ്യ ഇവിടെ ഇടുമ്പോൾ 42 എന്ന് വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമോണിയത്തിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം അതിന്റെ പദാങ്കമായിട്ട് വേണം 2 എന്ന സംഖ്യ എഴുതാൻ. അപ്പൊ സൾഫേറ്റിന്റെ സംയോജകത 2 എഴുതി, അമോണിയത്തിന്റെ സംയോജകത 1, അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കിട്ടിയ രാസസൂത്രം ഇതാണ്, NH4 = SO4. ഇതാണ് അമോണിയം സൾഫേറ്റിന്റെ രാസസൂത്രം. അപ്പോൾ അമോണിയ അയോണും സൾഫേറ്റ് അയോണും ചേർന്നുണ്ടാകുന്ന ലവണത്തിന്റെ രാസസൂത്രമാണ്. അതിന്റെ പേര് ഇതാണ്, അമോണിയം സൾഫേറ്റ്. ഇതിന്റെ ഒരു ഉപയോഗം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് രാസവളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ബി, കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന ലവണം ലഭിക്കാൻ എടുക്കേണ്ട ആസിഡ്, ആൽക്കലി ഇവ ഏതെന്ന് എഴുതുക. അപ്പൊ ലവണത്തിന്റെ പേര് ഓർക്കുക, കാൽസ്യം ഫോസ്ഫേറ്റ്. ഈ കാൽസ്യം ഫോസ്ഫേറ്റിനെ 2 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കാൽസ്യമാണ്. അപ്പൊ ആദ്യം വരുന്നത് എപ്പോഴും ആൽക്കലിയും രണ്ടാമത് വരുന്നത് ആസിഡിന്റെ ഭാഗവുമായിരിക്കും. അപ്പൊ ഒരു പേര് തരികയാണെങ്കിൽ ആദ്യത്തെ ഭാഗം ആൽക്കലിയുടെ ഭാഗവും രണ്ടാമത്തേത് ആസിഡിന്റെ ഭാഗവുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൽക്കലി എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്.
ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലിയിലെ പൊതുഘടകം. അപ്പൊ കാൽസ്യത്തിന്റെ കൂടെ ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ അതിന്റെ പേര് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഫോസ്ഫേറ്റ് ചേർന്നിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് റാഡിക്കൽ ചേർന്നിട്ടുള്ള ഒരു ആസിഡ് എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു നോക്കണം. H3PO4 എന്നാണ് അതിന്റെ ഫോർമുല. അപ്പോൾ ഇത് ആൽക്കലി കാൽസ്യം ഹൈഡ്രോക്സൈഡും ആസിഡ് ഫോസ്ഫോറിക് ആസിഡുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു, പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. XYZ PQR രണ്ടെണ്ണത്തിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. വൈയുടെ 6, P അറ്റോമിക് നമ്പർ 13. ക്വസ്റ്റ്യൻ, P ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? അപ്പൊ ആ ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് നമുക്കറിയാം പിയുടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? 2, 8, 3. 2 K ഷെല്ലിലും 8 L ഷെല്ലിലും 3 M ഷെല്ലിലും KLM 3 ഷെല്ലിലും 13 ഇലക്ട്രോണിനെ 2, 8, 3 എന്ന് നമ്മൾ ചേർക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട്, അതായത് 8 കഴിഞ്ഞിട്ട് 2, 8 M ഷെല്ലിൽ 1, 2 ഇലക്ട്രോണുകൾ വരുവാണെങ്കിൽ അത് 1-ാം ഗ്രൂപ്പിലും 2-ാം ഗ്രൂപ്പിലും പെടുന്നുണ്ട്. എന്നാൽ 2, 8, 3 മുതൽ 3 എന്ന സംഖ്യ വരികയാണെങ്കിൽ അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്താണ് ഗ്രൂപ്പ് കണ്ടത്. അപ്പൊ 2, 8, 3 എന്നുള്ളതില് 3ന്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അപ്പോൾ P എന്ന് പറയുന്ന മൂലകം 13-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. ഇനി ഈ P ഉൾപ്പെടുന്ന പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പൊ ഇതില് കുറച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. P അറ്റോമിക് നമ്പർ 13 വരുന്ന അലൂമിനിയം ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം 3-ാം പീരീഡില് 2, 8, 3 എന്ന് പറയുമ്പോൾ 3 ഷെല്ലാണ്. ഷെല്ലിന്റെ എണ്ണം തന്നെയാണ് അതിന്റെ പീരീഡും, അല്ലെ? അപ്പോ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് മൂന്നാം പീരീഡാണ്. ആ പീരീഡിൽ ഒരു ഉത്കൃഷ്ട മൂലകമുണ്ട്. 1-ാം പീരീഡിലുള്ള ഉത്കൃഷ്ട മൂലകം അലസവാതകം എന്ന് പറയുന്ന ഹീലിയം ആണ്. 2-ാം പീരീഡിലുള്ള നിയോൺ ആണ്. 3-ാം പീരീഡിൽ വരുന്ന ആരാണ്? ആർഗൺ ആണ്. അത് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തിരി പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് ടേബിൾ വൃത്തിയായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം P13 എന്ന് പറയുമ്പം 2, 8, 3 വരുന്ന അലൂമിനിയം ആണ് ശരിക്കും P എന്ന് പറയുന്ന മൂലകം. അപ്പൊ അതിന്റെ പീരീഡ് 3-ാം പീരീഡാണ്. ആ 3-ാം പീരീഡിൽ വരുന്ന ഉത്കൃഷ്ട മൂലകം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് അറിയണം. 3-ാം പീരീഡിൽ വരുന്നത് ആർഗൺ ആണ്. അപ്പോൾ ആർഗണിന്റെ അറ്റോമിക് നമ്പറും അറിഞ്ഞിരിക്കണം. ആർഗൺ 18 ആണ് അറ്റോമിക് നമ്പർ. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8. ഇനി C ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ലോഹ സ്വഭാവം കൂടിയ മൂലകം ഏതാണ്? ഇവർക്കൊന്നും അറ്റോമിക് നമ്പർ തരാത്തത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും പ്രയാസം. അതുമല്ല ഒരു പീരീഡ് ഗ്രൂപ്പും ഒക്കെ കൂടെ ആക്കിയാണ് ഇത് തന്നേക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇടതുവശത്ത് താഴെയുള്ള മൂലകം തന്നെ ആയിരിക്കും ലോഹ സ്വഭാവം കാണിക്കുന്നത്. മാത്രവുമല്ല 13 അലൂമിനിയം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും സിയുടെ ആൻസർ എന്തായിരിക്കും? P ആയിരിക്കും, ലോഹ സ്വഭാവം കൂടിയ മൂലകം. ഇനി D, Q എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. Q എന്ന മൂലകം ഇപ്പൊ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ പറയാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഈ പീരീഡ് എടുക്കുകയാണെങ്കിൽ 13 കഴിഞ്ഞ് അടുത്ത വരുന്ന Q 14-ാമത്തെ അറ്റോമിക് നമ്പർ ആയിരിക്കും. ഇത് 15 ആയിരിക്കും. അപ്പോൾ Qന്റെ അറ്റോമിക് നമ്പർ 14 ആണെന്ന് നമുക്കറിയാം. അതനുസരിച്ചിട്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ 2, 8, 4 എന്നായിരിക്കും അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത കൂട്ടാനും കുറയ്ക്കാനും അതിൽ ചില പദാർത്ഥങ്ങൾ ചേർക്കുന്നു. നിങ്ങൾ രാസപ്രവർത്തന വേഗതയൊക്കെ പഠിച്ചപ്പോൾ അതിന്റെ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം. ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്നു വെച്ചിരുന്നു കഴിഞ്ഞാൽ വേഗം വിഘടിച്ചത് മാറുന്നുണ്ട്. ആ വേഗത കൂട്ടാനും കുറയ്ക്കാനും ചില പദാർത്ഥങ്ങൾ അത് ചേർക്കുന്നുണ്ട്. ഇത്തരം പദാർത്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ആ പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തന വേഗത കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ. B ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത കുറയ്ക്കുന്നതിന് അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? അപ്പോൾ വിഘടന വേഗത കൂട്ടാൻ വേണ്ടി അത് ചേർക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡും കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ഉൽപ്രേരകമാണ്.